ട്രേഡ് മാർക്കിന്റെ ഉഡായിപ്പ് സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഇന്ന് എനിക്ക് മോർണിംഗ് ഒരു കോൾ വന്ന് മലപ്പുറത്ത് നിന്നാണ്, നമ്മളെ നാട്ടിൽ നിന്ന്. പയ്യന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഇതിന്റെ ഹിന്ദിക്കാരനൊന്നല്ല പറ്റിച്ചേ, മലയാളിയാണെന്ന് പറഞ്ഞിട്ട് വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു വന്നു. അപ്പൊ ഞാൻ കേട്ടു നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഈ നോർത്ത് ഇന്ത്യൻസ് ഹിന്ദിക്കാരെ വിളിച്ചിട്ടല്ല. ഇപ്പൊ ഒന്നാമത്തെ എന്താ വെച്ചാല് ഹിന്ദിക്കാർ ഇന്നത്തെ കാലത്ത് ഹിന്ദിക്കാരെ വിളിച്ചു കഴിഞ്ഞാല് അവർ ക്രെഡിബിൾ അല്ലാത്ത ഫേം റിലേറ്റ് ചെയ്തിട്ടാണ് ആ കോള് വരുന്നത് വെച്ചാല് ട്രസ്റ്റബിൾ അല്ലാത്തതിനെ കൊണ്ട് ആളുകൾ വർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പണ്ട് നല്ല രീതിയിൽ പറ്റിച്ചോ എന്തായാലും അതിനൊരു മാർഗം കാണും. ഓട്ടോമാറ്റിക്കലി ഇവലിപ്പോ കേരളത്തിൽ സ്റ്റാഫിനൊക്കെ ഹയർ ചെയ്തിട്ടൊക്കെയാണ് ഇവർ ഈ കോളിംഗ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹിയറിംഗ് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കുറെ ഉടായ്പിൽ പോയി പെട്ട ആളുകളുണ്ട്. ചെറിയ എമൗണ്ടിന് ഹിയറിംഗ് മാറ്റി കൊടുത്തേ ഇവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ലേഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊപ്പറേറ്റർ നമ്പർ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് 1-2 ആളുകൾ അയച്ചെന്നൊക്കെ 3 ആളുകൾ ആണ് എനിക്ക് കോൺടാക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഉടായ്പിനെ പറ്റിയിട്ട് ഉള്ള ഡോക്യുമെന്റേഷൻ അയച്ചു തന്നെ. അപ്പൊ അതിന്റെ അകത്തൊക്കെ പറയുന്ന ഈ 3 ആളുകളും അയച്ചെന്നത് സെയിം ലേഡീന്റെ വോയിസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇവര് സ്റ്റാഫിനൊക്കെ ഹയർ ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ആ ഫേം, ഏത് ഫേമിനാണോ നിങ്ങൾ അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നത് ആ ഫേമിന്റെ ക്രെഡിബിലിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അവരെ ഗൂഗിൾ റിവ്യൂ ഉണ്ടെങ്കിൽ ആ റിവ്യൂ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണ്, നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ ടീമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുക. അല്ലാതെ ഈ അറിയാതെ എവിടുന്നെങ്കിലും ഒരു കോള് വന്നു വെച്ചിട്ട് ആ ഒരു അപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്യാതെ എത്രയോ ആളുകൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എനിക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ 9 മാസം കാത്തുനിന്ന് എന്റെ നെയിം ഇപ്പോഴും ചാനലിൽ വന്നിട്ടില്ല, അതെന്താ വരാത്തത്? ഒന്ന്, ആളുകൾ ഇതിനെപ്പറ്റി അവയർ അല്ല, അങ്ങനെ പോയി പെടുന്ന കുറെ ആളുകളുണ്ട്. 2, ഈ ചെറിയ ഒന്നാമത്തെ എന്താ വെച്ചാൽ ഒരു കച്ചവടം തുടങ്ങി വരുമ്പോൾ സാമ്പത്തിക പ്രശ്നം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നെയിം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ചെറിയ റേറ്റ് കാണുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ലിക്കേഷൻ കൊടുത്തു പോകുന്നതാണ്. പക്ഷെ ഇതിന്റെ പിറകിൽ ഇങ്ങനത്തെ സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അവരും അവയർ അല്ല. അപ്പം അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്.